ഈ ജീവിതത്തിൽ ഭയങ്കര ആഴത്തിൽ സ്വാധീനിച്ച എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ആക്ടിങ്ങിന് ഗുണം ചെയ്തിട്ടുണ്ടോ? ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉം. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ടാവും. അനീഷിൻ്റെ അനുഭവം വളരെ അതെ. പ്രിയപ്പെട്ടതാണ് നമുക്ക് ഓരോരുത്തർക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ വാക്കുകളാണ്. എനിക്ക് പറയാൻ പറ്റുന്നത് ഇതൊക്കെയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിരുന്നു. എല്ലാ തരത്തിലുള്ള എക്സ്പീരിയൻസസ് കൊണ്ടും റിച്ചായിരുന്നു. പലതരത്തിലുള്ള ആൾക്കാരുമായും പലതരത്തിലുള്ള രാവും പകലും ഒക്കെ പല രീതിയിലായിരുന്നു. ഞാൻ പലയിടങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. ധാരാളം ആൾക്കാരെ മീറ്റ്, അവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്. പിന്നെ എന്തോ പ്രത്യേക സാഹചര്യം ഞാനതൊന്നും മറന്നിട്ടുമില്ല. ഒരു 10-12 വയസ്സ് മുതലുള്ള എന്ത് കഥ എന്നോട് ചോദിച്ചാലും എനിക്ക് ഏറെക്കുറെ എല്ലാം ഞാൻ ഓർത്തിരിക്കും. മനുഷ്യരെ ഞാൻ അങ്ങനെ മറന്നിട്ടില്ല. അല്ലെങ്കിൽ കൃത്യമായി അത്ര കണ്ട് മറന്നു പോകേണ്ടവരെ ഞാൻ മറന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ മറന്നിട്ടില്ല ഞാൻ. അപ്പോൾ ഓരോരുത്തരുമായി ബന്ധപ്പെട്ടും ഓരോരോ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും അത് എല്ലാം ഒരു കോമ്പൗണ്ടായിട്ടാണ് എനിക്ക് തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല പല സിറ്റുവേഷൻസിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഇപ്പം ഇന്നസെൻ്റ് ഏട്ടനും അല്ലെങ്കിൽ അതിനുമുമ്പ് തിക്കുറിശി സുകുമാരൻ സാറൊക്കെ അവരുടെയൊക്കെ ഡിസ്കഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. നസീർ സാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പീയൂഷ് പാണ്ഡെ, അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാം. പാൻഡമോണിയം വായിച്ചാൽ നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങൂ, ലോകം കാണൂ, യാത്ര ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യൂ എന്നാണ് പറയുക. ഒരു നിമിഷം കൊണ്ട് കരയാനും ചിരിക്കാനൊന്നും ഒട്ടും സമയമെടുക്കാത്ത മനുഷ്യനായിരുന്നു പീയൂഷ് പാണ്ഡെ. അദ്ദേഹം കരച്ചിലൊന്നും അദ്ദേഹം കരയും. ചിരിക്കാൻ തോന്നി അപ്പം ചിരിക്കും. നമ്മളൊക്കെ മറച്ചു വെക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. അവിടെ എനിക്ക് ഗുണകരമായത് കഥകളി പോലെ ഒരു ആർട്ട് ഫോം ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചു വെച്ചാൽ പഠിക്കാൻ ശ്രമിച്ചു. കഥകളിയൊന്നും പഠിച്ചു തീരില്ല. അത്രയും വലിയ കലയൊന്നും അത് എത്ര ആശാന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അപ്പം അതിൻ്റെ ഒപ്പം കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റി. അതൊക്കെ ശരിക്കും ഗുണകരമായി.